സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുതമസ്സിഖു ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ലഹു അജ്റു മിഅതി ഷഹീദ്. ജനങ്ങളെല്ലാവരും സുന്നത്ത് ഒഴിവാക്കി ജീവിക്കുമ്പോൾ ആരാണോ എന്റെ സുന്നത്ത് മുറുക്കി പിടിച്ച് ജീവിക്കുന്നത് അവർക്ക് 100 രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതുപോലെ ജനങ്ങളെല്ലാവരും സുന്നത്തിൽ അകന്ന് ജീവിക്കുമ്പോൾ തീക്കനലിന് സമാനമായി സുന്നത്തിനെ കരങ്ങളിൽ സംരക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാനുൻ അസ്വാബിറു ഫീഹി അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജമരി. അഥവാ ഒരു കാലം വരാൻ പോകുന്നു, ഒരു യുഗം വരാൻ പോകുന്നു. ആ യുഗത്തിന്റെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് തിരുസുന്നത്ത് മുറുക്കി പിടിച്ച് ജീവിക്കുന്നത് കൽ ഖാബിദി അലൽ ജമരി, കയ്യിൽ തീക്കനല് മുറുക്കി പിടിക്കുന്നവനെ പോലെ വലിയ പ്രയാസമായിരിക്കും, വലിയ സഹന സമാനമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരുസുന്നത്തിന്റെ പ്രണേതാക്കളായി സ്വജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വേഷവിധാനങ്ങളിലും സംസാരങ്ങളിലും സംസ്കാരങ്ങളിലും ബന്ധങ്ങളിലും സമീപനങ്ങളിലും ക്രയവിക്രയങ്ങളിലും വ്യവഹാരങ്ങളിലും കച്ചവടങ്ങളിലും ജോലികളിലും ഇതര സമുദായാംഗങ്ങളോടുള്ള നിർമ്മലമായ പെരുമാറ്റങ്ങളിലടക്കം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സജീവമാവണം. മുത്തിന്റെ തിരുസുന്നത്ത് സജീവമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അതുപോലെ മഹബ്ബത്ത് അറ്റുപോവാതിരിക്കാനുള്ള മറ്റൊരു വഴിയാണ് ധാരാളമായി സ്വലാത്ത് നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറു മിന സ്വലാത്തി അലയ്യ ഫഇന്നഹാ നൂറുൻ ഫിൽ ഖബർ വ നൂറുൻ അല സിറാത്തി വ നൂറുൻ ഫിൽ ജന്ന. ധാരാളമായി സ്വലാത്ത് നിർവഹിച്ചോളൂ. നിർവഹിക്കുന്ന ഓരോ സ്വലാത്തും ഖബറിൽ പ്രകാശമാണ്, സിറാത്ത് കടക്കാൻ വെളിച്ചമാണ്, സ്വർഗ്ഗലോകത്ത് വലിയ വിധാനത്തിലേക്ക് ഉയർത്തുന്ന പ്രകാശമാണത്, ശോഭയാണത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുപോലെ മഹബ്ബത്ത് ക്ഷയിച്ചു പോവാതിരിക്കാനുള്ള അറ്റുപോവാതിരിക്കാനുള്ള മറ്റൊരു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുക, പറയുക, കേൾക്കുക, അത്തരം സദസ്സുകളിൽ സംബന്ധിക്കുക. അവസാന നേരത്ത് പോലും ആ കരളുള്ളിൽ ഉമ്മത്തിൻ കാര്യമല്ലേ, അപരാധമോരോന്ന് ഞാൻ ചെയ്യും നേരത്ത് ആ മനം നോവുമല്ലേ. അവസാന നേരത്ത് പോലും ആ കരളുള്ളിൽ